മഹിമയിൻ പ്രഭുതാ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൽ പ്രഭുതാ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സർവശക്തനായ ദൈവം, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവ്, ഈ തിരുവോസ്തിയിൽ നമ്മുടെ മുമ്പിൽ സന്നിഹിതനായിരിക്കുകയാണ്. ആ ദൈവത്തെ നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, സർവശക്തിയോടും കൂടെ നമുക്ക് പാടി ആരാധിക്കാം. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. മഹിമയിൻ പ്രഭുതാ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുതാ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യെശയ്യാ പ്രവചനത്തിന്റെ പുസ്തകം 66-ാം അധ്യായം 2-ാം തിരുവചനം. ഇതെല്ലാം എൻ്റെ കരവേലയാണ്, ഇതെല്ലാം എൻ്റേത് തന്നെ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും
എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സർവശക്തനായ ദൈവം നമ്മുടെ മുമ്പിൽ സന്നിഹിതനാണ്. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവം സ്വയം ശൂന്യനായി ദാസന്റെ രൂപം സ്വീകരിച്ച് ഈ ഭൂമിയിൽ മനുഷ്യരോട് കൂടെ ആയിരിക്കുവാൻ തിരുവോസ്തിയായ നമ്മുടെ കർത്താവിൻ്റെ മുമ്പിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടെ ഈ ദൈവത്തെ നമുക്ക് പാടി ആരാധിക്കാം. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. ആ സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. കർത്താവ് കടാക്ഷിക്കുന്നത് ദൈവവചനം അനുസരിക്കുന്നവരെയാണ്. സർവശക്തനായ ദൈവം നോക്കുന്നത്, സംരക്ഷിക്കുന്നത് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവരെയാണ്. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 16-ാം തിരുവചനം, ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസ് ഉടനെ തന്നെ ഈശോയോട് ഇപ്രകാരം പറഞ്ഞു, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. പ്രിയപ്പെട്ടവരെ, ഈശോയെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കും. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. ദൈവം നമുക്ക് വലിയ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം 22-ാം വാക്യം, ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും. അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല, അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല. സർവശക്തനായ ദൈവം തൻ്റെ പദ്ധതി ഈ ഭൂമിയിൽ എന്നേക്കും തുടരുവാൻ വേണ്ടി ബലഹീനരും നിസ്സാരരുമായ മനുഷ്യരെ ശക്തരാക്കുന്നതിൻ്റെ തെളിവാണ് വചനത്തിലൂടെ നാം കണ്ടെത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ആ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, ആ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. രക്ഷകനും നാഥനുമായിട്ട് ആ കർത്താവിനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാം. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായം 20-21 വാക്കുകളിൽ ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്.
നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ ശക്തിയുള്ളവനാണ് നമ്മുടെ കർത്താവ്. ദൈവത്തിൻ്റെ ശക്തിയുടെ മുമ്പിൽ, കർത്താവിൻ്റെ ആ വലിയ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ എളിയവരും നിസ്സാരരും ബലഹീനരും പാപികളുമായ മനുഷ്യവർഗത്തിൻ്റെ അവസ്ഥ എത്രയോ വലുതായിട്ടാണ് നമുക്ക് മനസ്സിലാകേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ മുഴുവൻ ഈ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. നമുക്കവിടുത്തെ ആരാധിക്കാം. നമ്മെ സൃഷ്ടിച്ച, നമ്മെ പരിപാലിക്കുന്ന, നമ്മെ നടത്തുന്ന ദൈവത്തെ അല്ലാതെ മറ്റൊരു ശക്തിയെയും ആരാധിക്കാൻ നമ്മൾ മുന്നോട്ട് പോകരുത്. കാരണം ദൈവമാണ് വലിയവൻ, അവൻ മാത്രമാണ് സർവശക്തൻ, അവൻ മാത്രമാണ് അത്യുന്നതനായവൻ. നമുക്ക് അവിടുത്തെ ആരാധിക്കാം. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. മനുഷ്യരോടുകൂടെ ദൈവം എന്നേക്കുമായിരിക്കും എന്ന് നമ്മെ പഠിപ്പിക്കാൻ അനാദിയിലെ ദൈവ തിരുമനസ്സായി. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 33-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്: എന്നെ വിളിക്കുക, ഞാൻ മറുപടി തരും, നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢമായ ശക്തിയും ഞാൻ വെളിപ്പെടുത്തും. കർത്താവിനെ എളിമയോടുകൂടെ വിളിക്കാൻ തയ്യാറായാൽ, ദൈവത്തിൻ്റെ പദ്ധതിക്ക് നമ്മെ തന്നെ സ്വയം എളിമപ്പെടുത്താൻ നമ്മൾ തയ്യാറായാൽ, ദൈവം നമ്മുടെ ജീവിതത്തിൽ കൃപ വർഷിക്കും. അവർ വലിയ വിശ്വാസത്തിലാണ് നാം പ്രാർത്ഥിക്കേണ്ടതും കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ വ്യാപരിക്കേണ്ടതും. ദൈവത്തെക്കാളും വലിയവരെന്ന് നാം ഭാവിക്കുമ്പോൾ ആദ്യ മാതാപിതാക്കളുടെ അവസ്ഥയിലേക്കാണ് നാം തിരിച്ചു പോകുന്നത്. ദൈവത്തെക്കാളും വലിയവരാകുവാൻ വേണ്ടി നാം നെട്ടോട്ടമോടുമ്പോൾ, ലോകത്തിലുള്ളത് മാത്രം സമ്പാദിക്കുവാൻ വേണ്ടി നാം തുനിഞ്ഞിറങ്ങുമ്പോൾ, നമ്മിൽ നിന്ന് ദൈവത്തിൻ്റെ ശക്തി വിട്ടുമാറിപ്പോവും. പ്രിയപ്പെട്ടവരെ, കർത്താവാണ് സമ്പന്നൻ, അവൻ മാത്രമാണ് വഴി നടത്തുന്നവൻ. എന്നേക്കും നമ്മോട് കൂടെയായിരിക്കുവാൻ, നമ്മെ ശക്തിപ്പെടുത്തുവാൻ തൻ്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയത് ഈശോനാഥൻ തന്നെയാണ്. ഈശോയുടെ ആത്മാവ്, ദൈവത്തിൽ പ്രവർത്തിച്ച ആത്മാവ്, ഈശോയിൽ പ്രവർത്തിച്ച ആത്മാവ് ഇന്ന് തിരുസഭയിലൂടെ, വിശുദ്ധ കൂദാശകളിലൂടെ നമ്മിൽ പ്രവർത്തിക്കുകയാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് ഈ സമയം വിളിച്ച് പ്രാർത്ഥിക്കാം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ.
മരണശേഷം ഭീതിയിലേക്കും അസ്വസ്ഥതയിലേക്കും വീണുപോയ ശിഷ്യന്മാരെ പരിശുദ്ധ അമ്മ സിഹിയോൻ ശാലയിൽ ഒന്നിച്ചുകൂട്ടി പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മധ്യത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് തീനാവുകളുടെ രൂപത്തിൽ കടന്നു വന്ന് അവരെ ശക്തിപ്പെടുത്തി. അതിനാണ് പെന്തക്കുസ്ത അനുഭവമെന്ന് നാം പറയുന്നതും വിളിക്കുന്നതും. കുദാശ സ്വീകരണത്തിലൂടെ ഈശോയെ ആരാധിക്കുന്നതിലൂടെ അശക്തരായ നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് കടന്നു വന്ന് നമ്മെ ശക്തിപ്പെടുത്തുന്ന അനുഭവത്തിലേക്ക് മാറാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ശക്തി അയോഗ്യരും ബലഹീനരും പാപികളുമായ നമ്മുടെ ജീവിതത്തിലൂടെ ലോകത്തിന് പ്രകടമാകുന്നത്. ഒരു പുതിയ പെന്തക്കുസ്ത അനുഭവത്തിന് വേണ്ടി ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പെന്തക്കുസ്താനുഭവം തരണേ, പുതു സൃഷ്ടിയായി എന്നെ മാറ്റണേ. പെന്തക്കുസ്താനുഭവം തരണേ, പുതു സൃഷ്ടിയായി എന്നെ മാറ്റണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. സഭാപ്രസംഗത്തിന്റെ പുസ്തകം 12-ാം അധ്യായം 13-ാം വാക്യം. ദൈവഭയം ഉള്ളവനായിരിക്കുക, അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക, മനുഷ്യൻ്റെ മുഴുവൻ കർത്തവ്യവും ഇതുതന്നെ. നല്ലതോ ചീത്തയോ ആയ ഏത് പ്രവൃത്തിയെയും ദൈവം നീതിപീഠത്തിന് മുമ്പിൽ കൊണ്ടുവരും. പ്രിയപ്പെട്ടവരെ, ഈശോ ശിഷ്യന്മാർക്ക് ആത്മാവിനെ വാഗ്ദാനം ചെയ്തപ്പോൾ ഇപ്രകാരം പഠിപ്പിച്ചു: അവൻ നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. സത്യത്തിൻ്റെ വഴിയെ ചരിക്കാൻ നാം ഓരോരുത്തരെയും പ്രേരിപ്പിക്കുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. കുദാശകളിലൂടെ നമ്മുടെ ജീവിതത്തിൽ ചൊരിയപ്പെടുന്ന ആത്മാവിനെ നഷ്ടപ്പെടുത്തുവാൻ ഒരിക്കലും നാം അനുവദിക്കരുത്. അവസ്ഥയാണ്, പാപമാണ്, പാപചിന്തയാണ് ആത്മാവ് നമ്മിൽ നിന്നും അകന്നു പോകാനുള്ള കാരണം. വിശുദ്ധിയിലേക്കാണ് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. ആ വിശുദ്ധിയിൽ ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ആഗ്രഹത്തോടെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെടാൻ വേണ്ടി നമ്മുടെ ഹൃദയത്തിൽ വരുന്ന നമ്മെ ശക്തിപ്പെടുത്തുന്ന ആത്മാവ് നഷ്ടപ്പെടാതിരിക്കുവാൻ ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോ രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോ രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ
മനസ്സിൻ്റെ അസ്വസ്ഥത നിറഞ്ഞ എല്ലാ മേഖലയിലേക്കും ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുന്ന എല്ലാ ചിന്തകളിലേക്കും ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഒരിക്കൽ കൂടി പാടാം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കർത്താവായ യേശുവേ, നിന്റെ ആത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നിന്റെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ആ കൃപയിൽ ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് വാക്ക് തന്ന് പരിശുദ്ധ കുർബാനയിലൂടെ ഇന്നും ജീവിക്കുന്ന അങ്ങയുടെ വലിയ സാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു. ബലഹീനമായ ഞങ്ങളുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്ന നിന്റെ വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഈശോയെ, അങ്ങയുടെ ആത്മാവിനെ ഒരിക്കലും നഷ്ടപ്പെടുത്തുവാൻ ഇടയാക്കരുതേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അയോഗ്യതയോടെ അങ്ങിൽ നിന്നും അപ്പം ഭക്ഷിച്ച ശിഷ്യരിലൊരുവനെ അങ്ങിൽ നിന്നും അകന്നുപോയതുപോലെ പാപം ചെയ്ത് അങ്ങയെ സമീപിക്കാതിരിക്കുവാൻ ഒരിക്കലും ഞങ്ങളെ അനുവദിക്കരുതേ കർത്താവേ. ഈശോയെ, നിന്റെ കൃപ മതി ഞാൻ ശക്തിപ്പെടാൻ. നിന്റെ കരം മതി ഞാനൊന്ന് എഴുന്നേൽക്കുവാൻ. കർത്താവേ, എൻ്റെ തകർച്ചയുടെ നിമിഷങ്ങളിൽ, എൻ്റെ രോഗത്തിൻ്റെ നിമിഷങ്ങളിൽ, എന്നെ മറ്റുള്ളവർ ഒറ്റപ്പെടുത്തുന്ന നിമിഷങ്ങളിൽ അങ്ങ് ശക്തമാണ്, അങ്ങയുടെ കരം ശക്തമാണെന്നുള്ള വലിയ ബോധ്യം, ആ തിരിച്ചറിവ് എന്നെ ഒരു പുതിയ ജീവിതത്തിലേക്ക് നയിക്കട്ടെ. നമുക്കൊരിക്കൽ കൂടി പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപകൾക്ക് വേണ്ടി ആഗ്രഹിച്ച് നമുക്കൊന്ന് പാടി പ്രാർത്ഥിക്കാം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, ജീവിതത്തിൻ്റെ ഏതെങ്കിലും നിമിഷത്തിൽ അങ്ങേക്ക് നൽകേണ്ട പ്രാധാന്യം നൽകാതെ
അങ്ങയെ മഹത്വപ്പെടുത്തേണ്ട സമയത്ത് നിശബ്ദനായിരുന്ന നാളുകളിൽ അങ്ങ് എൻ്റെ നാവിലൂടെ പ്രഘോഷിക്കപ്പെടേണ്ട സമയങ്ങളിൽ എപ്പോഴെങ്കിലും ഞാൻ നിശബ്ദനായിരുന്നിട്ടുണ്ടെങ്കിൽ കർത്താവേ, ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. അങ്ങനെ ആശീർവദിക്കുന്ന ഈ സമയത്ത് എൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും ഞാൻ അങ്ങയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ ക്രൈസ്തവ ജീവിതം കണ്ടിട്ട്, എൻ്റെ വിശ്വാസ ജീവിതം കണ്ടിട്ട് എന്നോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരെയും അങ്ങ് ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങ് മാത്രമാണ് ദൈവം. അങ്ങ് മാത്രമാണ് ഇന്നും ജീവിക്കുന്നവൻ. അങ്ങേക്കു മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കുകയുള്ളൂ. കർത്താവേ, ആ വലിയ ബോധ്യത്തോടെ, എളിമയോടെ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ കുമ്പിടുന്നു. ഞങ്ങളെ ആശീർവദിക്കണമേ. യേശുനാഥാ, നീയൻ ദൈവം. യേശുനാഥാ, നീയൻ ആശ്രയം. യേശുനാഥാ, നീയൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ, നീയൻ ദൈവം. യേശുനാഥാ, നീയൻ ആശ്രയം. യേശുനാഥാ, നീയൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. എൻ്റെ കോട്ടയും നീ മാത്രമേ. എൻ്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ, നീയൻ ദൈവം. യേശുനാഥാ,